ഹായ് എവറി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളിപ്പോൾ വ്ളോഗ് എടുക്കുകയാണ്. ലിയന് കുറച്ച് ദിവസം ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു, ഈസ്റ്റർ ഹോളിഡേ. അപ്പോൾ നമ്മൾ അവനെ കൊണ്ട് കളിപ്പിക്കാനും അതിനും ഇതിനൊക്കെ നടക്കുമായിരുന്നു. പിന്നെ എന്താ, ഇന്നിപ്പോൾ ബാക്ക് ടു സ്കൂളാണ്. ആൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ രാത്രി എണീച്ച് നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ യോജി മോനെ അപ്പുറത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ അത് ആളിവിടെ കിടപ്പുണ്ട്. കാണോ ലിയാൻ, ലിയാൻ നല്ല ഉറക്കത്തില്ല. ലൈറ്റ് ഇട്ടിട്ടൊന്നും ആളെ അനങ്ങുന്നില്ല. ലിയാൻ, ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോണ്ടേ? എണീക്ക്. പാട് സ്കൂളിൽ പോ, എണീക്ക്. ലിയാൻ, ബാക്ക് ടു സ്കൂളാടാ, എണീക്ക്. മടിയാ? ഐ, സ്കൂളിൽ പോണ്ടേ? എനിക്ക് കുക്കിംഗ് നടപ്പുണ്ട്. എന്താണ് സാർ പരിപാടി? ഓയാ, അവന് സ്കൂളിൽ ലഞ്ച് കൊടുത്തു വിടണം. അപ്പം അത് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കെന്താ കഴിക്കാൻ? ഷെഫാണ്. ആ കട്ടിങ് സ്കില്ലിൽ നിന്ന് കാണട്ടെ. എൻ്റെ 2-3 ദിവസം കൈ അധികം വയ്യായിരുന്നു. ജിമ്മിൽ പോയി പണി കിട്ടിയതാ. ഞാൻ എല്ലാവരും ജിമ്മിൽ പോയാൽ എങ്ങനെ ഇരിക്കും? സ്കൂളിൽ പോവാണോ? What are you going to do in school today? എടാ പോവാ, സ്കൂളിൽ പോവാണോ? അവനെന്തോ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്, അവളെ മീറ്റ് ചെയ്യാൻ പോവാണെന്ന് ബസ്സിലൊക്കെ കാണിക്കുക. സ്വന്തമായിട്ട് ചന്തയായ അതിനകത്ത് ഗേൾ ഫ്രണ്ട്. ലിയാൻ, കുറെ നാൾക്ക് ശേഷം സ്കൂളിൽ പോകേണ്ട എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. യോജി മോനിപ്പോൾ കയറി വരും. ബ്രേക്ക്ഫാസ്റ്റ് ഇനി സമാധാനമായിട്ട് കഴിക്കാം. എന്തായാലും ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. യോജി എൻ്റെ കൂടെയാണ്. ബിക്കോസ് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് 2-3 ആഴ്ചയായി. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരുന്നുണ്ട്, വന്നും പോകുന്നുണ്ട്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്കിവിടെ മീനുണ്ട്, അതിന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ പോകും. അങ്ങനെ തിരിച്ചെത്തി. എന്താണ് ഉണ്ടാക്കുന്നത്? റാസ്ബെറി ടീ. എനിക്ക് റാസ്ബെറി ടീ ഇനി ഡെയിലി 1 കപ്പ് തൊട്ട് 3 കപ്പ് വരെ കുടിക്കേണ്ടതാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഓറഞ്ചും പിഴിഞ്ഞ് ഫ്ലേവറിനല്ലേ, ഓറഞ്ചും ഹണിയും ഇട്ട് ആണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കുടിച്ചാൽ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഡെലിവറിക്ക്. എല്ലായിടത്തും മറ്റേ പറയുന്നുണ്ട്, ഡോക്ടറും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാ ഫിസിഷ്യൻ വീഡിയോസിലും ഡോക്ടർമാർ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊക്കെ പറയും. ഇവിടെ ഒന്നും അല്ലല്ലോ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഐസിന് വേണ്ടി വേറെ ബാഗൊക്കെ, കാരണം ഞാൻ ഐസില്ലാതെ ഇപ്പോൾ ഒന്നും കുടിക്കത്തില്ല. സിമ്പിളായിട്ട് എന്തോ കോഫി ഇടുവാണ്, കോഫി പൗഡറും വേറെ എന്താ ചൂടുവെള്ളം. ഇപ്പോൾ കഴിഞ്ഞ 1 വീക്കായിട്ട് ഷുഗർ ഡയറ്റിലാണ്. എൻ്റെ കൂടെ ചേർന്ന് ഉള്ള എല്ലാ മധുരം കഴിച്ച് വെള്ളം, കോഫി ക്രീമറോ. അപ്പോൾ നമ്മൾ റെഡിയാണ്. ലിയനെ സ്കൂളിലൊക്കെ വിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് ഡൊണേഷൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ജിമ്മിൽ പോകുന്നുണ്ടെന്ന്. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് പോലെ ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണെന്ന് മെയിൻ പരിപാടി. അപ്പോഴത്തേക്കും ലിയൻ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ നമുക്ക് പോയി അതൊക്കെ ചെയ്യാം. പോലീസ് പിടിച്ചല്ലേ? ഇങ്ങനെയാണ്. നമ്മളത് അവിടെ എത്താറായി.
എത്തിയിട്ട് ഇനി ഡൊണേഷൻ ചെയ്യും. ഡിക്കിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കുവാണ്. നീ പോയിട്ടോ? എനിക്ക് വയ്യ പണിയൊന്നും എടുക്കാൻ. ഇനിയിപ്പോൾ കുറച്ചാഴ്ച കൂടെ ഉള്ളൂ. ട്രങ്ക് അടച്ചിട്ടില്ല. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അവർ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ജസ്റ്റ് $1, $3, കൂടിപ്പോയാൽ ഒരു $10 അവർ വിൽക്കും. സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞാൽ അവിടെ ആർക്ക് വേണമെങ്കിലും പോയി സാധനം എടുക്കാം. ഒരു $2-3 കിട്ടും. അപ്പോൾ ഈ സ്റ്റുഡൻസൊക്കെ വരുമ്പോഴത്തേക്കും $1 പിന്നെ ഡോളർ ട്രീ അങ്ങനത്തെ കടകളിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ള പുതിയ സാധനം കിട്ടും. ഇച്ചിരി കൂടി കൂടിയ സാധനങ്ങൾ ഇവിടെ പോയാൽ ചില സമയത്ത് നല്ലതൊക്കെ കിട്ടും. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്? ഇവന് വിൻറ്ററിനുള്ള സ്നോ പാൻസ് മേടിച്ചിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ ടാഗ് ഉള്ളത് $10 എന്തോ മേടിച്ചായിരുന്നു. അപ്പോൾ അവിടെ പോയി നമുക്ക് കുറേ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും ചീപ്പ് റേറ്റായിട്ട്. പിന്നെ നമ്മൾ എന്തായാലും പോകാൻ നിൽക്കും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഓരോന്ന് വിൽക്കാൻ സമയമില്ല. കൊച്ചു വന്നാൽ ഇനി അതിനും സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്തു തുടങ്ങി. എന്തായാലും ഓരോ പണികൾ തീർത്ത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഉറങ്ങാം. അതാ നമ്മൾ ഒരു AC ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ സമ്മറിന് നമ്മുടെ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അതും കൂടെ അങ്ങ് കൊടുത്തു. ഇതാ അടുത്ത സ്റ്റോപ്പിലേക്ക് പോവുകയാണ് നമ്മളിതാ പുറത്ത് പോയിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ലീനിൻ്റെ സ്കൂളിൻ്റെ വെളിയിലാണ് ഇപ്പോൾ നമ്മൾ. അവൻ ഇവിടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്താൽ അവന് ഇഷ്ടപ്പെടില്ല. എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അവിടെ കിട്ടുമോ നോക്കട്ടെ. സൂം ചെയ്ത് നോക്കട്ടെ അവനെ കിട്ടുമോ. നമ്മളെ കണ്ട തീർന്നു. അതാണ് അവൻ്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ട്രിമസ്റ്റർ ആയതുകൊണ്ട് കുറേ ബോളിൽ ബൗൺസ് ചെയ്യുന്നത് നല്ലതാണ് പെൽവിക്കിന്. അങ്ങനെ ഞാൻ കുറച്ച് ഓൺലൈൻ വീഡിയോ ഒക്കെ നോക്കി പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു 1-1.5 മിനിറ്റ് അടുപ്പിച്ച് വർക്കൗട്ട് ചെയ്യും. ചില സമയത്ത് ഒരു 3-4 മിനിറ്റ് പോലെ ഇരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെൽവിക്ക് പോലെ ഞാൻ മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ ഒരു മാസം എന്തായാലും വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അധികം ഫ്ലെക്സിബിലിറ്റി കാണത്തില്ല. അപ്പോൾ എനിക്ക് നേരെ നിന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇരുന്നാണ് കാലിലൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നത്. കാരണം ബേബി അവിടെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ അധികം കുനിഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വർക്കൗട്ട് ബോളി ഇരുന്ന് തന്നെ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തും ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായിരിക്കണം സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ലെഗ് മാത്രമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോരോ വർക്കൗട്ടിൻ്റെ സ്ട്രെച്ചസ് ഞാൻ ചെയ്യുവാണ്. ഇത് അബ്ഡക്ടർ എന്ന് പറയും. അപ്പോൾ ഇത് പണ്ടത്തെ അത്രയും വെയിറ്റ് ഇടുന്നില്ല, എന്നാലും ഞാനൊന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂഷ്വലി ഏറ്റവും ലാസ്റ്റിലുള്ള വെയിറ്റാണ് ഇടുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി കുറച്ചിടുക. പിന്നെ അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 15 സെറ്റ് ഇത് ഞാൻ 3 തവണ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മുടെ സ്ക്വാട്ട് മെഷീൻ. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സ്ക്വാട്ട്സ് ഞാൻ ഒരു 7 എണ്ണം വീതം ചെയ്തായിരുന്നു. 3 സെറ്റ് വീതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഞാൻ നിർത്തും. മാക്സിമം ഞാൻ ഷേപ്പ് ചെയ്ത് മോഡിഫൈ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും 3 സെറ്റ് വീതം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പോവാണ്. വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം. ഇന്നലെ ഓൾറെഡി കൊഞ്ച് കറിയും കൊഞ്ച് ഫ്രൈയും ചോറും പിന്നെ കോവയ്ക്ക ഏതോരാണ് കോവയ്ക്കയും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാഴ്സൽ വെളിയിരിപ്പുണ്ടോ? ഇല്ല, അത് പോയി എടുക്കണം തോന്നുന്നു. ഓന്നോ ഓക്കെ, അത് പോയി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ചോറ്, കൊഞ്ച് ഫ്രൈ, കൊഞ്ച് കറി, തൈരും പിന്നെ കുറച്ച് പാവയ്ക്ക ബാക്കിയുണ്ട്. കോവയ്ക്ക അത് തന്നെ, രണ്ടും ഒന്ന് തന്നെ, ഒരേ പോലെ ഇരിക്കുന്നത് എനിക്ക്. അതാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ട്?
കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ്. ഞാൻ കൂടെ സപ്പോർട്ടിനില്ലായിരുന്നു. അങ്ങനെ അവരെത്തി. ബെല്ല് തുറക്കട്ടെ. കീ മിക്കാൻ എടുത്ത് കാണത്തില്ല. ഹലോ, what's that? No way. Who gave it to you? The teacher. No way. Let me see it. Bowser Junior. Oh yeah, Bowser Junior. ഇവ കുറേ ദിവസമായിട്ട് Bowser Junior ആയിട്ട് ടോയ് വേണമെന്ന് പറയുമായിരുന്നു. സ്കൂളിൽ നിന്ന് കിട്ടി. അതെടാ ഞാൻ ടീച്ചർ തന്നോ? Yeah. അതെ. Whoever opens the Squid Game cookie, they get it. Wow, Squid Game cookie ഒക്കെ സ്കൂളിൽ എന്തൊക്കെ ചെയ്തേക്കുന്നു. I കൊള്ളാലോ. opened it, but my parents got it wrong, so did students. ആള് വന്നത് ആ വീട് മൊത്തം അലങ്കോലാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് ബൂം ബൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാത്രിയുടെ ഫുഡ് പ്രിപ്പറേഷൻ ആണ്. ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതയ്ക്കാനുള്ള പരിപാടിയാ. എന്താ ഉണ്ടാക്കുന്നത് ഇന്ന് രാത്രി? ഈസി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഫുൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതാ കഴിഞ്ഞോ? Take that pizza sauce, take it. പോടാ. നീ എങ്ങനെ ഇഞ്ചി പൊളിക്ക് ഫീൽ ചെയ്യുന്ന സ്കിന്ന്? ഞാൻ ജസ്റ്റ് കത്തിയൊക്കെ എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്കിന്നിനെ സ്ക്രൈപ്പ് ചെയ്യാം. എളുപ്പം നടക്കും. ഞാൻ കാണിച്ചത് സ്പൂൺ എടുക്കുക, കൈ മുറിയത്തില്ല. അതെല്ലാം ഇങ്ങോട്ട് വെക്കുക. ഉണ്ടോ ഇങ്ങനെ പെട്ടെന്ന് പരിപാടിയും കഴിയും, കൈയും ഇതാവത്തില്ല. മൊത്തം എടുക്കാനാണോ നമ്മള്? കണ്ടോ? കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ചെയ്യണ്ട. തേടി പറയാ. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാം ഗൈസ്. കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് ബാക്കി വ്ളോഗ് എടുക്കാം. താങ്ക് യു. ഞാൻ ഇവിടെ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്. ചിക്കൻ കട്ട് ചെയ്യാൻ ഭയങ്കര അയ്യോ, എനിക്കിതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല. ചെയ്യാം, പക്ഷെ കൊച്ചൊക്കെ വന്നതിന് ശേഷം ചെയ്യാം. ആ പെട്ടെന്ന് വരുന്നുണ്ടല്ലോ. എന്റെ മെന്റൽ സപ്പോർട്ട് എപ്പോഴും കാണും നിനക്ക്. ഭയങ്കര എളുപ്പമാണ്. നാട്ടിൽ നീ കട്ട് ചെയ്താണോ മേടിക്കുന്നത്? എന്താണ് ബൗസർ ജൂനിയർ? Hey guys, watch this. പോളി പോളി പോളി. ചേട്ടൻ പോ. മെസ്സി സ്കിന്ന് കഴിഞ്ഞു. ഇതിന്റെ സ്കിന്ന് ചെയ്യുന്നത്. ചട്ടി ചൂടാക്കുക. Hey guys, do you want to see me drink all of it? Watch this, guys. എന്നെ കുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ആളിവിടെ. ഈ ഡ്രിങ്ക് മൊത്തം കുടിച്ച് കാണിക്കാനുള്ള പരിപാടിയില്ല. ക്യാരറ്റ് എഴുതിയാൻ നോക്കി സമ്മതിച്ചില്ല. വന്നു കയറിയാ അങ്ങനെ കിടക്ക് മുമ്പേ അവല്ല ഒറ്റയാക്കിയിട്ട് കിടന്നാൽ മതി. അവൻ എന്തിനാ അവൻ ചെയ്തിട്ട് പോവേണ്ട മതി. ഓക്കെ, ഗുഡ് ജോബ് ലിയൻ. കൊള്ളാം കൊള്ളാം. Okay, go. My big back with Nigel. അതെ, go. Let's see
you. Clean up all the toys. Go clean up all the toys. Go. ഇഞ്ചി വെളുത്തുള്ളി വീട്ടിലിങ്ങനെ ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി അത് മേടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് സോട്ടായി വന്നു. സോട്ടായി വന്നു. നേരെ സവാള ആടിയതിനു ശേഷം സവാള ആഡ് ചെയ്യുക. സവാള ആടിയതിനു ശേഷം ഇതൊരുമാതിരി സോട്ടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പോയിട്ടുണ്ട്, അതേപോലെ സവാള ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മടിയിൽ ഏറ്റവും ലാസ്റ്റ് തക്കാളി നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യും. മസാലന് ശേഷമാണോ? ഇതിന് ശേഷം തക്കാളി ഇടുന്നതിന് മുമ്പാണ് ഞാൻ സവാളിനെ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മാരിനേഷൻ യൂസ് ചെയ്തേ? സിമ്പിൾ മാരിനേഷൻ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ ചേച്ചി എപ്പോഴും ഉണ്ടാക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കറിക്കകത്ത് ശകലം മല്ലിപ്പൊടി എന്തോ കൊഴുപ്പിന് വേണ്ടിയിടുന്നോ അങ്ങനെ എന്തോ പറയാം, എനിക്കറിയത്തില്ല എന്തോ സംഭവം. അപ്പോൾ അത് തന്നെ ഞാനും ഫോളോ ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് അവസാനിച്ച് ക്യാരറ്റ് ആഡ് ചെയ്യും. ക്യാരറ്റ് ആഡ് ചെയ്യുമ്പോൾ റോസ്റ്റ് പോലെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളവും ചേർക്കും. ഇതിനകത്ത് എന്ത് വെള്ളമാണെന്നുള്ള ഞാനൊരു കോഫി ഉണ്ടാക്കട്ടെ. ഓക്കെ, സവാള വഴണ്ട് കഴിഞ്ഞു. നമ്മുടെ സ്പൈസ് റാക്ക് എടുക്കുക. ശകലം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒരു കൈക്കണക്കാണ്. മഞ്ഞൾപ്പൊടി ശകലം മതി. ശകലം മല്ലിപ്പൊടി, എരിവിന് ശകലം എരിവുള്ള മുളക് പൊടി, ബാക്കി കളറിന് കാശ്മീരി ഇടാം. കുരുമുളക് പൊടി, ഞാൻ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാല, അത് കഴിഞ്ഞു കളറിന് വേണ്ടിയിട്ട് ശകലം കാശ്മീരി. അങ്ങനെ നമ്മൾ തക്കാളി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ജസ്റ്റ് ഇങ്ങനെ ഉടച്ചങ്ങ് ചേർക്കത്തേ ഉള്ളൂ. എന്നിട്ട് ചിക്കനകത്ത് കിടന്ന് ആ ചിക്കൻ്റെ ഇതിനകത്ത് കിടന്ന് വേവുന്ന രീതിക്ക് വേണം എനിക്ക് തക്കാളി വേവാൻ. സോ അത് കൊടുത്ത് ഞാൻ ഈ ചിക്കനും കൂടെ ആഡ് ചെയ്യും. ഫ്രോസണായിപ്പോയി. ഓക്കെ, നമ്മൾ ഒരു വെള്ളം ആഡ് ചെയ്യുന്നില്ല. അതിനകത്തുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് മാത്രം വെച്ചിട്ട് മിക്സ് ചെയ്യുക. മസാല സിമ്പിൾ. അതേ ഉള്ളു എനിക്കൊരു ദുഃഖം. ഞാൻ കഴിക്കാറുണ്ട്. നിനക്ക് വെറൈറ്റി ആയിട്ട് ഓരോ ഫുഡ് എക്സ്പെരിമെന്റ് ചെയ്യാം. നീ എന്നാണ്ട ഒരു സൈഡിൽ പച്ചക്കറി വേണം, ഒരു സൈഡിൽ മീറ്റ് വേണം, നിന്റെ മാങ്ങാ തേങ്ങയൊക്കെ വേണം. Who cleaned here? Did you clean here? What? Did you clean the house? Yeah. Wow! Are you sure? Yeah. Not fully, I helped him a little bit. But I can still some. Go and get the vacuum and do vacuum. He still has to vacuum.
ക്യാരറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുവാണ്. അത് എക്സ്ട്രാ ഫ്ലേവർ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഫ്ലേവറൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കുറച്ച് നേരം ഇരിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ വെയിറ്റ് കൂടിയോണ്ട് കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഏകദേശം ചിക്കൻ കറി വെന്തു. അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യുക. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. എല്ലാവരും ആഡ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മൾ ആഡ് ചെയ്യുക. അത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പം തീരാൻ പോവുകയാണ്. അപ്പം ഒരു 5 മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ചും കൂടെ. ഇതിനെ കുറച്ച് ചാറ് വേണ്ടണ്ട, അല്ലെങ്കിൽ അത് ഫുള്ള് പറ്റിച്ചേനെ. പിന്നെ എനിക്ക് ഇനി വിശപ്പ് സഹിക്കാനും വയ്യല്ലേ, ഓൾറെഡി ഛർദ്ദിച്ചു തുടങ്ങി. അയ്യോ, ശകലം ചോപ്റ്റ് പോയി. നമ്മൾ കുറച്ച് ചോപ്റ്റ് മല്ലിയില, സിലാൻഡ്രോ, അപ്പോൾ അതും കൂടെ പോയി കഴിഞ്ഞാൽ കറിയായിട്ടുണ്ട്. ഈ കറി ഇളക്കുന്നതിന് മുമ്പ് അപ്പം സ്വാദിഷ്ടമായ ചിക്കൻ കറിയും നാനും പിന്നെ അമ്മ ഫോണിലുണ്ട്. ഇവിടെ നമ്മൾ അമ്മൂമ്മേനെ കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ലയൺ എന്ന് പറഞ്ഞ ഒരു മലയാളം സിനിമ നമ്മൾ ഇടുന്നുണ്ടായിരുന്നു, ദിലീപിൻ്റെ പടം അല്ലേ. അപ്പം അതും കണ്ടുകൊണ്ട് ഫുഡും കഴിക്കാം നമുക്ക്. നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തർ കുളിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ അവനെ കൊണ്ട് ബുക്ക് വായിപ്പിച്ച് അവന് ഡെയിലി എന്തെങ്കിലും ഇച്ചിരി ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ അത് ചെയ്തിട്ട് പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ കൺക്ലൂഷൻ എടുക്കാൻ വിട്ടുപോയി. ബട്ട് സോ അതാണ് നമ്മുടെ ഡേ. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഞാനും യോജിയും മാത്രമേ മെയിൻലി ഉള്ളൂ. ടെബിക്കും ഇപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യോജി ജോലി ചെയ്യുന്ന സ്ഥലം ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ ദൂരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നാമതേതാ ഇപ്പോൾ കാണാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക, രാവിലെയാണ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ എനിക്ക് ആശുപത്രിയിൽ പോകാനോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് സമയത്ത് കൂടെ എത്താനോ വഴി കാണത്തില്ല. കാരണം യോജി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം എന്ന് വെച്ചാൽ എന്നെ ഇവിടുന്നെക്കാളും ഓൾമോസ്റ്റ് 2 hours ഉണ്ട്. അവർ ഒരു റജായിനെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഉള്ളിലേക്ക് പോകണം അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും ശരിയാവത്തില്ല. ഒന്നാമത് ലാസ്റ്റ് സ്റ്റേജും കൂടെയാണ്. അപ്പോൾ 2 പേര് വീട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഡെയിലി വീട്ടിലെ കാര്യങ്ങളും പിന്നെ കൊച്ചിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുക, പിന്നെ നാട്ടിൽ വരാനുള്ള പ്രിപ്പറേഷൻ, ടിക്കറ്റും കാര്യങ്ങളും, പിന്നെ എൻ്റെ അതായത് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് അപ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത്രേ ഉള്ളൂ. ഇന്നത്തെ ദിവസം അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വ്ളോഗ്. ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.